اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. وويل للمشركين الذين لا يؤتون الزكاة وهم بالآخرة هم كافرون. وعن عائشة الصديقة رضي الله عنها قالت: كان رسول الله صلى الله عليه وسلم إذا كان العشر الأواخر من رمضان أحيا ليله وأيقظ أهله وشد ميزره. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹലായ ഫള് കൊണ്ട് മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമളാനിൽ ജീവിച്ചിരിക്കാനുള്ള ഭാഗ്യം നൽകിയതുപോലെ ഈമാനോടുകൂടി അവസാനം യാത്ര നടത്താനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. ഈ പരിശുദ്ധ റമളാൻ അനുകൂല സാക്ഷിയാകുന്ന സാക്ഷി നിൽക്കുന്ന ഭാഗ്യവാന്മാർ അള്ളാഹു നമ്മെയും നാമുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നരകത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്ന ഈ ദിനങ്ങളിൽ അള്ളാഹു അവൻ്റെ കരുണ കൊണ്ട് ഔദാര്യം കൊണ്ട് മോചിപ്പിക്കപ്പെടുന്നവരുടെ ലിസ്റ്റിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. സന്തോഷത്തോടുകൂടി റമളാൻ പൂർത്തിയാക്കി ഈദുൽ ഫിത്തർ ആഘോഷത്തിൽ പങ്കെടുക്കാനും ശേഷം റമളാൻ ആവശ്യപ്പെടുന്ന ഒരു ജീവിതം നയിക്കാനും അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകുമാറാവട്ടെ. വിവിധ തരത്തിലുള്ള വിഷമങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, ജയിലറകളൊക്കെ അനുഭവിക്കുന്നവർക്ക് അള്ളാഹു അവരുടെ പ്രയാസത്തിൽ നിന്നും ഞെരുക്കത്തിൽ നിന്നും മോചനം നൽകുമാറാവട്ടെ. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ നിർബന്ധമാക്കിയ 5 കടമകളിൽ ഒരു കടമയാണ് സക്കാത്ത് എന്ന് പറയുന്നത്. നമസ്കാരം ശരീരം കൊണ്ട് മാത്രം നിർവഹിക്കുന്ന, അല്ലെങ്കിൽ മനസ്സോടുകൂടി ശരീരം കൊണ്ട് നിർവഹിക്കുന്ന ഒരു ആരാധന. നോമ്പ് മനുഷ്യൻ്റെ വിചാരങ്ങളെ അടക്കി നിർത്തി അള്ളാഹുവിന് വേണ്ടിയുള്ള ഒരു സമർപ്പിക്കലാണ്. സക്കാത്ത് അള്ളാഹു നൽകിയ സമ്പത്തിൻ്റെ ഓഹരി അതിൻ്റെ അവകാശികൾക്ക് നൽകുന്നതിൻ്റെ പേരാണ്. സ്വയം പരലോക ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുന്നതും ഭൗതികമായ ഞെരുക്കങ്ങളിൽ നിന്നും സാധുക്കൾക്ക് മോചനം നൽകുന്നതുമാണ് സക്കാത്ത്. അഥവാ സക്കാത്ത് എന്ന പരിശുദ്ധമായ ഈ കർമ്മം നിർവഹിക്കുന്നതിലൂടെ നിർവഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാരത്രിക ശിക്ഷയിൽ നിന്നുള്ള മോചനമാണ്. വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഭൗതിക ലോകത്തെ താൽക്കാലികമായ ഞെരുക്കങ്ങളിൽ നിന്നുള്ള മോചനവുമാണ്. സക്കാത്തിന് അങ്ങനെ 2 മുഖങ്ങളുണ്ട്. അഥവാ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കൊടുക്കുന്നവനും അനുഗ്രഹീതനാണ്, വാങ്ങുന്നവനും അനുഗ്രഹീതനാണ്. ഇതര ഇബാദത്തുകൾ പോലെയല്ല സക്കാത്ത്. നമസ്കാരം അത് സ്വയം നിർവഹിക്കുന്നു, അതിൻ്റെ പ്രയോജനം സ്വയമായി വാങ്ങുന്നു, അതിൽ മറ്റാർക്കും ഒരു തരത്തിലുള്ള പങ്കുമില്ല. ശ്രദ്ധയോടെ കേട്ടാൽ മനസ്സിലാകും. നോമ്പിന്റെ വിഷയവും അത് തന്നെയാണ്. ഏറ്റവും പരമരഹസ്യമായി നിർവഹിക്കുന്ന നോമ്പെന്ന വിശുദ്ധമായ ആരാധന സ്വയം തന്നെ നിർവഹിക്കുന്നു, അതിൻ്റെ പ്രയോജനം സ്വയം തന്നെ നേടുന്നു, മറ്റാർക്കും ഒരു തരത്തിലുള്ള പങ്കാളിത്തവും അതിലില്ല. ഒരുപക്ഷെ നിങ്ങളോട് പരിശുദ്ധ റമളാന്റെ ഈ ജുമാ ദിനത്തിൽ സംസാരിക്കുന്ന ഞാൻ നോമ്പുകാരനാണ് എന്നൊരിക്കലും നിങ്ങൾക്ക് പറയാൻ സാധിക്കുകയില്ല. അത്രയും പരമരഹസ്യമാണ് ആരാധനയുടെ സ്വഭാവം. അതിൽ മറ്റാർക്കും ഒരു തരത്തിലുള്ള പങ്കാളിത്തവുമില്ല. പക്ഷെ നേരെ മറിച്ച് സക്കാത്ത് അങ്ങനെയല്ല. 2 പേർക്കും ഒരേപോലെ അനുഗ്രഹം ലഭിക്കുന്ന, 2 പേർക്കും ഒരേ തരത്തിൽ ആശ്വാസം നൽകുന്ന, 2 പേരെയും അനുഗ്രഹീതരാക്കുന്ന വളരെ പുണ്യം നിറഞ്ഞ ഒരു ആരാധനയാണ് സക്കാത്ത് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്.
ഖുർആനിലൂടെ നാം ഒന്ന് ചെറിയൊരു പഠനം നടത്തിയാൽ സക്കാത്തുമായി ബന്ധപ്പെട്ട് 80-ൽ പരം സ്ഥലങ്ങളിൽ നമസ്കരിക്കുന്നവരോട് ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങളുടെ നമസ്കാരം പൂർണ്ണമല്ല സക്കാത്ത് നൽകാത്ത കാലത്തും. 80 സ്ഥലങ്ങളിൽ, 1-2 അല്ല. നമസ്കരിക്കുന്നവരെ നിങ്ങളുടെ നമസ്കാരം പൂർണ്ണമാകാൻ ഇതാ ഈ ഒരു അമലും കൂടി, ഈ ഒരു കർമ്മം കൂടി ചെയ്യാനുണ്ട് എന്ന് ഖുർആൻ അടിക്കടി ഉണർത്തുന്നത് കാണാം. ഏറെ സങ്കടകരമായ കാര്യം, നമസ്കാരം ഒരാളുടെ മോചനത്തിന് മതിയാകും എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉമ്മത്തിൽ പരന്നിട്ടുണ്ട്. ഞാൻ നമസ്കരിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നോമ്പ് വയ്ക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ധാരണ പൈശാചികമായി പല മുഅ്മിനീങ്ങളുടെയും പല സത്യവിശ്വാസികളുടെ ഹൃദയത്തിൽ രൂഢമൂലമായിട്ടുണ്ട്. സക്കാത്തിന്റെ വിഷയത്തിൽ അവർ വേണ്ടത്ര ശ്രദ്ധാലുക്കളല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. എനിക്ക് തോന്നുന്നു നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഒക്കെ പറയാത്ത, അതിലേറെ തീവ്രമായ ഭാഷയിൽ, അതിലേറെ ഭയാനകമായ മുന്നറിയിപ്പോടുകൂടി വിശുദ്ധ ഖുർആൻ സംസാരിച്ചിട്ടുള്ളത് സക്കാത്തിനെ കുറിച്ച് തന്നെയാണ്. നിങ്ങളുടെ മുമ്പിൽ ആദ്യം ഒരു ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അവിടെ ഖുർആൻ പറയുന്നത് സക്കാത്ത് എന്ന പരിശുദ്ധമായ ഈ പദ്ധതിക്ക് ഒരു മനുഷ്യന്റെ ഈമാനുമായി ബന്ധമുണ്ടെന്നാണ്. നമസ്കാരം പോലെ, ഹജ്ജ് പോലെ, നോമ്പ് പോലെ അതിലേറെ ഒരാൾ വിശ്വാസിയാകുന്നതിന്, അവന്റെ വിശ്വാസം പൂർത്തിയാകുന്നതിന് സക്കാത്ത് എന്ന കർമ്മം നടത്തിയേ തീരൂ, ഇല്ലെങ്കിൽ അവൻ വിശ്വാസിയല്ല എന്ന് വിശുദ്ധ ഖുർആൻ അടിവരയിടുകയാണ്. ആ ആയത്തിന്റെ അർത്ഥം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയേ. വവൈലുൽ മുശ്രിക്കീൻ, മുശ്രിക്കുകൾക്കാണ് നാശം. മുശ്രിക്കുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇതര ശക്തികളെ ആരാധിക്കുന്ന, ഇതര ദൈവങ്ങൾ എന്ന് പറയുന്നവരെ ആരാധിക്കുന്ന, അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിനോടൊപ്പം പങ്കു ചേർക്കുന്നവരെ കുറിച്ചാണ് സാധാരണ നമ്മൾ മുശ്രിക് എന്ന അറബിയിലും ബഹുദൈവ ആരാധകർ എന്ന് മലയാളത്തിലും പറയുന്നത്. ഇവിടെ ഖുർആൻ സക്കാത്ത് കൊടുക്കാത്തവരെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു പദം ഉപയോഗിച്ചത് എത്രയേറെ അത്ഭുതകരമാണ്, ചിന്തിക്കേണ്ടതാണ് സഹോദരങ്ങളെ. മുശ്രിക്കുകൾക്കാണ് നാശം. എന്താ അവരുടെ അടയാളം? അവർ നമസ്കരിക്കാത്തവരാണെന്നല്ല, ലാ യുതൂന സക്കാ, അവർ സക്കാത്ത് കൊടുക്കാത്തവരാണ്. ഖുർആൻ അവിടെ പറയുമ്പോൾ തൊട്ട് താഴെ ഒരു വചനം കൂടി ഖുർആൻ കൊണ്ടുവരുന്നുണ്ട്. സക്കാത്ത് കൊടുക്കാത്തവരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, അവർക്ക് പരലോക വിശ്വാസമില്ല എന്നതാണ്. പരലോക വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ, ശിർക്കിൽ നിന്നും തൗഹീദിലേക്ക് മനുഷ്യന് പ്രയാണം നടത്താൻ, മനുഷ്യന്റെ ഹൃദയത്തിൽ നാം സൂക്ഷിക്കുന്ന ഈമാൻ എന്ന സമ്പത്തിന്റെ പോറലേൽക്കാതിരിക്കാൻ ഒരു മനുഷ്യൻ നിർവഹിക്കേണ്ട ഏറ്റവും വലിയ ബാധ്യതയാണ് സക്കാത്ത് എന്നാണ് ഖുർആന്റെ ഭാഷ്യം. അതിൽ ഞാനൊന്നും കൂടുതലായിട്ട് പറഞ്ഞിട്ടില്ല. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ വളരെ ഊന്നലോടുകൂടി, വളരെ പ്രാധാന്യത്തോടുകൂടി നിങ്ങളിത് നിർവഹിക്കണമേ എന്ന് പറയുന്നുണ്ട്. ഒരു പിതാവ് രാവിലെ യാത്ര പോകുമ്പോൾ ഒരു കുഞ്ഞു മകന്റെ കയ്യിൽ 100 രൂപ കൊടുത്തു. ആ മകന് തിരിച്ചറിവുണ്ട്, 100 ഇതുകൊണ്ട് പ്രയോജനമുണ്ടെന്നുള്ള കാര്യം അറിയാം ആ കുഞ്ഞിന്. 3 വയസ്സാകുമ്പോൾ കുട്ടിക്ക് മനസ്സിലാകും ഇത് പണമാണ്, ഇതുകൊണ്ട് പ്രയോജനമുണ്ട്. 3 വയസ്സായ കുട്ടിയോട് യാത്ര കഴിഞ്ഞ് മടങ്ങി വന്ന പിതാവ്, മോനെ ഒരു 2.5 രൂപ തരാമോ എന്ന് ചോദിക്കുന്നു. ഒരു 2.5 രൂപ എനിക്ക് തിരിച്ചു തരാമോ? ആ പിതാവ് ആ കുട്ടിക്ക് രാവിലെ 100 രൂപ കൊടുത്തു പോയ പിതാവാണ്. വൈകുന്നേരം വരുമ്പോ സ്നേഹത്തോടു കൂടി ആ പിതാവ് കുട്ടിയുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കുകയാണ്. ആ 2.5 രൂപ, ആ 100ന്റെ 2.5 രൂപ എനിക്ക് തരുമോ? സഹോദരന്മാരെ, സാധാരണ ബുദ്ധിപൂർത്തിയാകാത്ത, ചാബല്യം കടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു കുട്ടി ഞാൻ ഒരു പക്ഷേ തരില്ല, പിതാവിനോ വത്താക്കോ വാപ്പാക്കോ തരില്ല എന്ന് പറയാം. പക്ഷെ ആ കുട്ടിക്ക് 9 10 വയസ്സായാൽ ഒരിക്കലും ആ കുട്ടി 2.5 രൂപ പിതാവിന് കൊടുക്കാതിരിക്കില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാര്യം. ഇതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഞാനാണ് നിങ്ങൾക്ക് കോടികൾ നൽകിയത്, ലക്ഷങ്ങൾ നൽകിയത്, വസ്തുവകകൾ നൽകിയത്, സമ്പത്ത് നൽകിയത്, വീടും സൗകര്യങ്ങളും നൽകിയത്, ജീവന വ്യവഹാരങ്ങളിൽ വ്യവഹരിക്കാനുള്ള അവസരം നൽകിയത് ഞാനാണ്. അതിന്റെ ഒരു ചെറിയ ശതമാനം നിങ്ങൾ എനിക്ക് തന്നെ തിരിച്ചു തരണമെന്നാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ മുഴുവനും പിടിച്ചെടുക്കാൻ അള്ളാഹുവിന് ഒരു സെക്കൻഡ് മാത്രം മതി. പക്ഷെ അള്ളാഹു ഉദാരനാണ്, നല്ലവനാണ്, കരുണയുള്ളവനാണ്, ഔദാര്യവാനാണ്. അതുകൊണ്ട് സൃഷ്ടികളുടെ മുമ്പിൽ അള്ളാഹു കൈ നീട്ടുകയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഒരു ചെറിയ പശുക്കുട്ടിയെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്താൽ, അള്ളാഹുവിന്റെ ഹബീബായ റസൂലിന്റെ വചനമാണ്, ശ്രദ്ധിക്കുക, നിങ്ങൾ ആരെങ്കിലും ഒരു പശുക്കുട്ടിയെ, ഒരു ഒട്ടകക്കുട്ടിയെ, ഒരു ആട്ടിൻകുട്ടിയെ അള്ളാഹുവിന്റെ മാർഗത്തിൽ വ്യയം ചെയ്താൽ
ആർക്കാണോ നിങ്ങൾ കൊടുക്കുന്നത്, ഒരു പാവപ്പെട്ട ഫക്കീറിന് കൊടുക്കുമ്പോ ആ ഫക്കീറിന്റെ കയ്യിൽ ആ ആട് എത്തുന്നതിന് മുമ്പേ അത് പടച്ച തമ്പുരാന്റെ പരിശുദ്ധ കരങ്ങളിലേക്ക് എത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ ഞാൻ പറഞ്ഞതാണ്, സക്കാത്ത് ഫക്കീറിന് കൊടുക്കുന്നെങ്കിലും വാങ്ങുന്നത് പടച്ച തമ്പുരാനാണ്. അവൻ തന്നെ തന്ന സമ്പത്തിന്റെ ഒരു ചെറിയ ഓഹരി അവൻ തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കാതിരിക്കുന്ന സഹോദരങ്ങളെ പാകത കുറവാണ്. ഒറ്റവാക്കി പറഞ്ഞാൽ അതൊരു ശൈശവമാണ്, അതൊരു ബാല്യതയിലുള്ള ചാബല്യമാണ്. രാവിലെ കൊടുത്ത 100-ൽ നിന്ന് 2.5 ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കാത്ത കുഞ്ഞ് പാകതയെത്താത്ത, ബുദ്ധിയില്ലാത്ത, തിരിച്ചറിവില്ലാത്ത കുഞ്ഞാണെന്ന് പറഞ്ഞതുപോലെ അള്ളാഹ് നൽകിയ സമ്പത്തിന്റെ 2.5 അവൻ തന്നെ തിരിച്ചു ചോദിക്കുമ്പോൾ അതും കൂടി സ്വാർത്ഥതയോടെ പിടിച്ചു വെക്കുന്ന ഒരു സത്യവിശ്വാസി അവൻ പാകതയില്ലാത്തവനാണ്, ബുദ്ധി പൂർണ്ണമാകാത്തവനാണെന്ന് വിശുദ്ധ ഖുർആൻ. ആലോചിക്കുക. അതുകൊണ്ടാണ് വളരെ താക്കീതോട് ഖുർആൻ പറഞ്ഞത്, അങ്ങനെയുള്ളവർക്ക് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല, അവർ മുശ്രിക്കുകളോ കാഫിറുകളോ ആണ് എന്ന് പച്ചയ്ക്ക് പറയാതെ സൂചന നൽകുകയാണ് റബ്ബ് ചെയ്തത്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, സക്കാത്ത് കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന ഒരു ബഖീലിനെ സംബന്ധിച്ച്, ഒരു ലുബ്ധനെ സംബന്ധിച്ച്, പിശുക്കനെ സംബന്ധിച്ച് ഹദീസിൽ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ആ ഒരു പിശുക്കന്റെ ഹൃദയത്തിൽ ഒരിക്കലും ഈമാൻ എന്ന സമ്പത്ത് ഉണ്ടാവുകയില്ല. കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്, പിശുക്കും ഈമാനും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരിക്കലും സമ്മേളിക്കുകയില്ല. അത് രണ്ടും പരസ്പര വിരുദ്ധമാണ്, സമാന്തരമായി പോകേണ്ടതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സക്കാത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എത്രയോ ഫളായിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്, സക്കാത്തിന്റെ മഹത്വവും അളവും ഒക്കെ കേട്ടിട്ടുണ്ട്. ഇനിയും നമ്മൾ ഇതിൽ നിന്ന് പുറകോട്ട് മാറരുത് ഒരു കാരണവശാലും. വിശുദ്ധ ഖുർആൻ പറയുന്നു, വല്ലദീന യക്നീസൂന അദ്ദഹബ വൽഫിദ്ദത വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശിർഹും ബിഅദാബിൻ അലീം. ഖുർആൻ നമ്മളെ പരിഹസിക്കുകയാണ്. സക്കാത്ത് കൊടുക്കാൻ അർഹതയുണ്ടായിട്ടും കൊടുക്കാത്തവരെ ഖുർആൻ പരിഹസിക്കുന്ന ആയത്താണ് തൗബയിലെ ഈ ആയത്ത്. എന്താ അല്ലാഹ് പറയുന്നത്? സ്വർണ്ണവള്ളികൾ സൂക്ഷിച്ചു വെക്കുകയും സമ്പാദ്യങ്ങൾ സൂക്ഷിച്ചു വെക്കുകയും അതിൽ നിന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പറയുമ്പോ ചെലവഴിക്കാതെ പിശുക്കി വെക്കുകയും ചെയ്യുന്നവർക്ക് പ്രവാചകരെ വേദനിപ്പിക്കുന്ന ശിക്ഷ അവരെ കാത്തിരിക്കുന്നു എന്ന് ഒരു സന്തോഷ വാർത്ത നൽകിയേക്കുന്നതാണ്. ഖുർആന്റെ ഭാഷ നോക്കിയേ, വേദനിപ്പിക്കുന്ന ശിക്ഷ സന്തോഷ വാർത്തയാണ് സഹോദരങ്ങളെ. ഖുർആന്റെ ഭാഷ എങ്ങനെയാണ്? അങ്ങനെയുള്ളവർക്ക് വേദനിപ്പിക്കുന്ന ശിക്ഷയുണ്ടെന്ന് തങ്ങൾ സന്തോഷ വാർത്ത നൽകിയേക്ക്. പരിഹാസമാണ് റബ്ബിന്റെ. സക്കാത്ത് കൊടുക്കാത്തവരെ അള്ളാഹു പരിഹസിക്കുകയാണ്, സൃഷ്ടികൾ പരിഹസിക്കുകയല്ല, സൃഷ്ടാവ് പരിഹസിക്കുകയാണ്. നിനക്ക് ഇതെല്ലാം തന്നിട്ട്, ഞാനിതെല്ലാം തന്നിട്ട് തിരിച്ചു ചോദിച്ചപ്പോൾ നിനക്ക് മനസ്സിലല്ലേ തരാൻ എന്ന് അള്ളാഹു അവനെ കളിയാക്കുകയാണ്. ഇതൊരു ഇബാദത്തിലും വിശുദ്ധ ഖുർആൻ ഈ ഭാഷ കാണാൻ സാധിക്കില്ല. സക്കാത്തിൽ മാത്രമാണ് ഈ ഭാഷ നമുക്ക് കാണാൻ കഴിയുന്നത്. അത്ര നിന്ദ്യതയാണ് സക്കാത്ത് തടഞ്ഞു വെക്കൽ എന്നാണ് ഖുർആന്റെ ആശയം. അതാണ് ഖുർആൻ ഉണർത്തുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, സക്കാത്തിന്റെ കാര്യത്തിൽ ഉമ്മത്ത് മുമ്പോട്ട് വന്നാൽ ഒട്ടനവധി അവരുടെ പ്രശ്നങ്ങൾക്ക് മാന്യമായ ഒരു പരിഹാരം കാണാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഇസ്ലാം സക്കാത്തിന് മുമ്പോട്ട് വയ്ക്കുന്നത്. സക്കാത്ത് കൊണ്ട് ദാരിദ്ര്യം പരിഹരിക്കില്ല എന്ന് ആര് പ്രസംഗിച്ചാലും നിങ്ങൾ വിശ്വസിക്കരുത്. സക്കാത്ത് കൊണ്ട് ദാരിദ്ര്യം പരിഹരിക്കുന്നത് തന്നെയാണ്. ഉമ്മത്തിലെ സക്കാത്ത് ദാതാക്കൾ കൃത്യമായി കണക്ക് നോക്കി സക്കാത്ത് കൊടുത്താൽ ഉമ്മത്തിലെ പട്ടിണി പാവങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ പറയുന്നത്. ഇതൊരു വാക്കോ ഒരു വാദമോ അല്ല, മറിച്ച് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹിയുടെ കാലഘട്ടം, ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അറേബ്യ ഭരിക്കുന്ന കാലഘട്ടത്തിൽ സക്കാത്ത് നടപ്പാക്കി അന്ന് ജീവിച്ചിരുന്ന മുഴുവൻ വിശ്വാസികളും സക്കാത്ത് കൃത്യമായി കൊടുക്കാൻ തുടങ്ങിയപ്പോ ഒരാളെ തന്റെ സക്കാത്തിന്റെ ഈത്തപ്പഴവും കൊട്ടയിൽ ചുമന്നുകൊണ്ട് തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. എത്രയോ കിലോമീറ്റർ നടന്നു, 15, 16, 20 കിലോമീറ്റർ നടന്നു. ഈ സക്കാത്ത് വാങ്ങുന്ന ഒരു അർഹനെ അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചില്ല. ഇതെങ്ങനെ ഉണ്ടായതാണ്? അപ്പോ ഇതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. സക്കാത്ത് കൃത്യമായി കൊടുക്കപ്പെട്ടാൽ നിലവിൽ ഉമ്മത്തിലെ പ്രശ്നങ്ങൾ, ഹലാലായ പ്രശ്നങ്ങൾ മുഴുവനും പരിഹരിക്കപ്പെടും. ഹറാമ് സക്കാത്ത് കൊണ്ട് പരിഹരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ആൾക്ക് സക്കാത്ത് പണം കൊണ്ട് അടയ്ക്കാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും വാദിക്കുന്നില്ല, ശരിയുമല്ല. പക്ഷേ സഹജീവികളോട് ഒരാൾ കടം വാങ്ങിയിട്ട് അത് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം എന്നാൽ വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ അവർ പ്രത്യേക വിഭാഗമായി തന്നെ എണ്ണുന്നുണ്ട്, കടത്തിൽ വലഞ്ഞവരെ സക്കാത്ത് കൊണ്ട് സഹായിക്കണം എന്ന്. ഓക്കെ, ലോണിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല, അതെനിക്ക് അവകാശമില്ല പറയാൻ. ഒരിക്കലും ഒരു മനുഷ്യൻ ആവശ്യത്തിന് വേണ്ടി ബാങ്ക് ലോൺ എടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവൻ ആർഭാടത്തിന്റെ പുറകെ, അഹങ്കാരത്തിന്റെ പുറകെ അർമാദിക്കാൻ നടക്കുമ്പോഴാണ് ബാങ്കിലേക്ക് പോകേണ്ടി വരുന്നത്. 99 അങ്ങനെ തന്നെയാണ്.
നിങ്ങളൊക്കെ എന്റെ പ്രസംഗം കേൾക്കണ്ട, സ്വയം നെഞ്ചിലേക്ക് നോക്കി ഒന്ന് വിലയിരുത്തിക്കൊള്ളി, ശരിയാണോ ഞാൻ ഈ പറയുന്നത് എന്ന്. ശരിയല്ലേ സഹോദരങ്ങളെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പണക്കാർക്കും പാവങ്ങൾക്കും ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഒരു കുറവും റബ്ബിൽ വരുത്തിയിട്ടില്ല. ഇവിടെ മുഴുവൻ മനുഷ്യർക്ക്, എത്ര കോടി മനുഷ്യരുണ്ടായാലും അത്രയും മനുഷ്യർക്ക് പട്ടിണി ഇല്ലാതെ കഴിയാൻ ആവശ്യമായ വിഭവങ്ങൾ അള്ളാഹു ദുനിയാവിൽ ഭൂമിയിൽ സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട്. അത് പടച്ച തമ്പുരാൻ പറഞ്ഞതാണ്, അതെന്റെ ഉത്തരവാദിത്വമാണ് എന്ന്. അതിലൊരു വീഴ്ചയും അള്ളാഹു വരുത്തിയിട്ടില്ല. പക്ഷേ കുറെ പേർ അത് പിടുങ്ങി വെച്ചിരിക്കുന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമസ്കാരം ഒരു മനുഷ്യനെ സ്വർഗത്തിലെത്തിക്കുകയില്ല, ഹജ്ജ് ഒരാളെ സ്വർഗത്തിലെത്തിക്കുകയില്ല, നോമ്പ് മാത്രം ഒരാളെ സ്വർഗത്തിലെത്തിക്കുകയില്ല. ഇതും കൂടെ കൊടുത്തു വിടാതെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ടെന്ന് പറയാം. അതുകൊണ്ട് ആരും പ്രതീക്ഷിക്കണ്ട, ഞങ്ങളുടെ മോക്ഷത്തിനായി നോമ്പ് പിടിക്കുന്നുണ്ട്, നിങ്ങളുടെ പരലോക രക്ഷയ്ക്കായി ഞങ്ങൾ നമസ്കരിക്കുന്നുണ്ട്. ഫർള് മാത്രമല്ല, ഞങ്ങൾ സുന്നത്ത് ധാരാളം തറാവീഹ് പോലും ഞങ്ങൾ നമസ്കരിക്കുകയാണ്. രാത്രി പാതിര കുറക്കൊഴിച്ച് വന്നിട്ട് 20 റക്അത്ത് ഞങ്ങൾ നമസ്കരിക്കുകയാണെന്ന് ആരും വാദിക്കണ്ട. നിർബന്ധമായവർ ഇതും കൂടി കൊടുത്തു വിടാതെ അവന്റെ നന്മയുടെ തുലാസിൽ ഭാരമേറുകയില്ല. ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം? അർഹപ്പെട്ടവരെ കണ്ടെത്തി കണക്ക് നോക്കി കൃത്യമായി കൊടുക്കണം. അവരിൽ നിന്ന് ഒരു നന്ദി വാക്ക് പോലും തിരിച്ച് പ്രതീക്ഷിക്കുകയും അരുത് എന്നാണ്. അതാണ് ശരിയായ സകാത്ത് ദാതാവിന്റെ സ്വഭാവമെന്ന് ഖുർആൻ പറയുന്നു. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. സൂറത്തുൽ ഇൻസാൻ അല്ലാഹു പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും നൽകുന്നത് നിങ്ങളിൽ നിന്ന് പ്രത്യുപകാരം കൊതിച്ചല്ല. പ്രത്യുപകാരം മാത്രമല്ല, കാണുമ്പോൾ ഒന്ന് ചിരിച്ചു കാണിക്കണമെന്ന് പോലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുക എന്ന് സകാത്ത് ദാതാക്കളോട് ഖുർആൻ പറയുന്നു. അങ്ങനെ വേണം ഇത് കൊടുക്കാൻ. എന്നെ കാണുമ്പോൾ ഓച്ചാനിക്കാനാണെങ്കിൽ നിന്റെ സക്കാത്തിന്റെ കൂലി ആഖിറത്തിൽ നീ പ്രതീക്ഷിക്കേണ്ടത് സയ്യിദുനാ റസൂലുള്ളാഹ് ഉണ്ടോ? മാത്രമല്ല, ആരെങ്കിലും സക്കാത്ത് കൊടുത്തിട്ട് മേടിച്ചവനെ കഷ്ടപ്പെടുത്തിയാൽ, അവനെ കുത്തി പറഞ്ഞാൽ, സമയം കിട്ടുമ്പോ അവന്റെ നേരെ കൈ ഓങ്ങിയാൽ, അവനെതിരിൽ നാമ പ്രയോഗിച്ചാൽ, അല്ലാഹു വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ പറയുന്നു, നിങ്ങളുടെ സക്കാത്ത് പാഴായി. ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ. മേടിച്ചവനെ ഉപദ്രവിച്ചിട്ടും അവനോട് ഞാൻ നിനക്ക് തന്നില്ലേ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയും നിങ്ങൾ അവനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സക്കാത്ത് അസാധുവാണെന്ന് ഖുർആൻ. എത്ര കൃത്യമായിട്ടാണ് അതിന്റെ വിവരണങ്ങൾ ഖുർആനിലുടനീളം കിടക്കുന്നത്. നമസ്കാരത്തെ കുറിച്ച് പോലും ഇത്ര വിവരണം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു സ്ഥലത്തും നമസ്കാരത്തിന്റെ ഫർള് ഖുർആൻ പറയുന്നില്ല, അതിന്റെ സുന്നത്ത് ഖുർആൻ എവിടെയും പറയുന്നില്ല. റുക്കൂ എങ്ങനെ ചെയ്യണമെന്ന് പോലും പരിശുദ്ധ ഖുർആനിലില്ല, ഹദീസിൽ മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടിയാണ് വിശുദ്ധ ഖുർആൻ സക്കാത്ത് പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ പ്രധാനമാണ്. നമ്മൾ അതിൽ അശ്രദ്ധ കാണിച്ചിട്ട് കാര്യമില്ല. റമദാനുമായി സക്കാത്തിന് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ബന്ധമില്ല എന്നും ഉണ്ടെന്നും പറയാം. നമ്മുടെ ധനത്തിന്റെ സക്കാത്ത് ഒരു വർഷം പൂർത്തിയാകുന്ന മുറയ്ക്കാണ് കൊടുത്തു വീട്ടേണ്ടത്. റമദാനിൽ കൊടുത്താൽ നമുക്കറിയാമല്ലോ, ഫർദിന് കൂലി കൂടുതലുണ്ട്. ഇന്നത്തെ ജുമഅയ്ക്ക് 70 ജുമഅയുടെ കൂലിയുണ്ട്. അത് 2 ആഴ്ച കഴിഞ്ഞാൽ ഇല്ല. ഇന്നത്തെ ജുമഅയ്ക്കുള്ള 4 റക്അത്തിന് റമദാന് മുമ്പ് നമസ്കരിച്ച ളുഹറിന്റെ കൂലിയുണ്ട്. 2 ആഴ്ച കഴിഞ്ഞാൽ, അടുത്ത ജുമഅ കഴിഞ്ഞാൽ പിന്നെ 1-2 ദിവസം മാത്രം. അതുകൊണ്ട് സഹോദരങ്ങൾ, പ്രധാനമാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം. വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ഈ കടമ കൊടുത്തു വിട്ടണം. ഇത് നമ്മൾ പിടിച്ചു വെച്ചാൽ തീർച്ചയായും അള്ളാഹു നമുക്ക് മറ്റേതെങ്കിലും തരത്തിൽ അനാവശ്യ ചെലവിലൂടെ അള്ളാഹു തിരിച്ചു വാങ്ങുമെന്നാണ് ഹദീസ് എന്ന് പറയപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ പറയുന്നുണ്ട്, ഒരു സത്യവിശ്വാസിയുടെ പണം എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയെങ്കിൽ, അവന്റെ ബിസിനസ്സിൽ എവിടെയെങ്കിലും നഷ്ടം വന്നെങ്കിൽ, അവന്റെ വീട്ടിൽ പട്ടിണി വന്നെങ്കിൽ, അവന് പ്രയാസമുണ്ടായിട്ടുണ്ടെങ്കിൽ, മാനസികമായി അവന് കുടുംബകലഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവൻ പണക്കാരനാണെങ്കിൽ അവന് സക്കാത്തിൽ വീഴ്ച വരുത്തി ഒന്ന് നോക്കണം. കച്ചവടത്തിൽ നഷ്ടം വന്നാൽ എടുത്ത ലോണിന്റെ അളവ് കുറവാന്ന് നോക്കാനല്ല ഖുർആൻ പറഞ്ഞത്, സക്കാത്ത് കൊടുത്തു വിട്ടുണ്ടോ എന്ന് നോക്കാനാണ് ഖുർആൻ പറഞ്ഞത്. കൃത്യമാണ്. നമ്മൾ ആ നിലയിൽ ചിന്തിക്കുക, ഇസ്ലാമികമായി പടച്ചതമ്പുരാന് വേണ്ടി ഇലാഹിയായി ചിന്തിക്കുക. ദൈവിക ചിന്തയിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകാൻ ഏറ്റവും നല്ല മാസമാണ് വിശുദ്ധ റമദാൻ. അല്ലാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ച് ആയിഷ ബീവി പറയുന്നുണ്ട്, എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവസാനത്തെ 10 ദിനമായാൽ രാത്രി മുഴുവനും സജീവമായി ആരാധനയിൽ കഴിയുമായിരുന്നു.
ഒറ്റയ്ക്ക് മാത്രമല്ല പ്രവാചകൻ കുടുംബത്തെ വിളിച്ചുണർത്തി അവരെ ആരാധനയ്ക്ക് വേണ്ടി പ്രേരിപ്പിക്കുമായിരുന്നു. രാത്രി അവസാനത്തെ 10 ഇപ്പത്തെ അവസാനത്തെ 10 ഇനി 20ാമത്തെ നോമ്പാണ്. ഇനി ഏറിയാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 10 അല്ലെങ്കിൽ 9 ദിവസം മാത്രമാണ്. എന്ത് പെട്ടെന്ന സഹോദരങ്ങൾ 20 കഴിഞ്ഞു പോയത്. അതിനേക്കാൾ എത്രയോ വേഗത്തിൽ അടുത്ത 10 ദിനം കഴിഞ്ഞു പോകും. ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇനി ഞാൻ ഒക്കെ നസീഹത്തിൽ പറയുന്നുണ്ട്, ഇത് നമ്മുടെ അവസാന റമദാനാണെന്ന് ചിന്തിക്കാത്ത കാലത്തോളം നമുക്കൊരിക്കലും ഇഖ്ലാസ് കരസ്ഥമാക്കാൻ സാധിക്കൂല. അങ്ങനെ തന്നെ ഉറപ്പിച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇഖ്ലാസിന്റെ ചെറുമണികൾ കിട്ടും, ചെറിയൊരു മണി കിട്ടും. കാരണം അടുത്ത വർഷം ഇല്ലല്ലോ, ലാസ്റ്റ്. അങ്ങനെ തന്നെ ഉറപ്പിച്ച് വിശ്വസിക്കുക. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു, നിങ്ങളും അങ്ങനെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഒരു കടമയിലും കൂടി നിങ്ങൾ മുമ്പോട്ട് വരിക. ഈ വിഷയം ഉണർത്താൻ ആഗ്രഹിച്ചത് അതുകൊണ്ടാണ്. ധാരാളം പേര് സക്കാത്ത് കൊടുക്കേണ്ടവരുണ്ട്. സക്കാത്ത് കൊടുക്കുന്നത് ഫർദ് നമസ്കാരം പോലെയാണ്, സദഖകൾ കൊടുക്കുന്നത് സുന്നത്ത് നമസ്കാരം പോലെയാണ്. ഒരാൾ സക്കാത്ത് കൊടുക്കാതെ സദഖ കൊടുക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ളുഹറിന് വരാതെ ളുഹായിക്ക് വന്നവനെ പോലെയാണ്. നിങ്ങളെന്താ പറയാ അവനെ സംബന്ധിച്ച്? അവന് ബുദ്ധി ഉണ്ടെന്ന് പറയും, ഇല്ലെന്ന് പറയും. അതുകൊണ്ട് സക്കാത്ത് എന്ന ഫർദ് നിർവഹിച്ചതിന് ശേഷം അതിലെ ന്യൂനതകൾ പരിഹരിക്കാൻ വേണ്ടി ദാനധർമ്മങ്ങൾ ധാരാളമായി ചെയ്യും. മുത്തനബിയെ കുറിച്ച് ആയിഷ ബീവി പറയുന്നുണ്ട്, റമളാനിൽ മൊത്തവും തങ്ങൾ ദാനത്തിലാണ്, അവസാനത്തെ 10 ആയാൽ തങ്ങൾ കാറ്റടിച്ച് വീശുന്ന പോലെ ദാനം ചെയ്യും. അത്രയേറെ ദാനം ചെയ്യും, ഉള്ളത് മുഴുവനും വാരി കൊടുക്കും. കൊടുത്തത് കൊണ്ട് കുറയില്ല സഹോദരങ്ങൾ. അങ്ങനെ വിശ്വസിക്കാത്ത കാലത്തോളം നാം ആരും മുഅ്മിനാകൂല. കൊടുത്തത് കൊണ്ട് കുറയില്ല എന്ന് വിശ്വസിക്കലാണ് ഈമാന്റെ ബാധ്യത. കാരണം തരുന്നവനൊരു കുറവും ഇല്ലാത്തവനാണ്. തരുന്നവന്റെ ഖജനാവ് എപ്പോഴും നിറഞ്ഞു കിടക്കുകയാണ്. ഒരു കമ്മിയുമില്ലാത്ത ഖജനാവിന്റെ ഉടമസ്ഥനാണ് നമ്മോട് ചോദിക്കുന്നത്, 40-ൽ 1 എനിക്കിതാ, 39 നീ വെച്ചു. ആലോചിക്കുക, ഇതൊരു നീതി തന്നെയാണോ? യഥാർത്ഥത്തിൽ നീതി പോലും അല്ല. ബനൂ ഇസ്രായേലിന് അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടായിരുന്നു സമ്പാദ്യത്തിന്റെ 10-ൽ 1 കൊടുക്കാൻ. GST-യേക്കാൾ മുകളിലാണ്. നമ്മൾ GST കൊടുക്കുന്നവരാണല്ലോ. ഇസ്ലാമിന്റെ GST കൊടുത്താൽ 2 ലോകത്ത് കൂലിയുണ്ട്. ഇവിടുത്തെ GST കൊടുത്താൽ തൽക്കാലം നിയമപാലകരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാം. അതൊരു താൽക്കാലികത മാത്രമാണ്. അത് കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പറ്റുമെങ്കിൽ കൊടുത്തോളൂ. പക്ഷെ സക്കാത്ത് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ GST അതൊരു ഗംഭീര പദ്ധതിയുമാണ്, വലിയൊരു ബാധ്യതയുമാണ്. ആ നിലയിൽ നമ്മളതിനെ കാണുക, കൊടുത്തു പൂർത്തിയാക്കുക. സൗരൊക്കെ കഴിഞ്ഞ ജുമയ്ക്ക് ഞാൻ എപ്പോഴും പറയാറില്ല, കഴിഞ്ഞ ജുമയ്ക്ക് പിരിവ് തീരെ കുറവാണ്. 22,000 രൂപ കിട്ടിയുള്ളൂ. പെരുന്നാൾ കഴിഞ്ഞാൽ ഞാൻ ചോദിക്കൂല, നിങ്ങളിപ്പോൾ അതിനകത്ത് കാര്യം എടുത്തിട്ടോളൂ. ഇൻഷാ ഒരു 30,000 രൂപ കൊടുക്കും. അടുത്ത റമദാന് 40, അടുത്ത ജുമയ്ക്ക് 40, ഈ ജുമയ്ക്ക് 30. ഇൻഷാ അല്ലാഹ്. നമ്മള് തൊട്ട് മുമ്പ്